ഹായ് മക്കളെ, NDAക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അതിലേക്ക് ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ടെലാ ക്ലാസ്സസും അതുപോലെ നിങ്ങളുടെ ഫിറോസ് സാറും ഒപ്പം തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം ആഷിഖ് സാർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് NDA, അതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലെ മാത്സ്. ഓക്കെ, മാത്തമെറ്റിക്സ് എത്രത്തോളം ഉണ്ട്, അതിന്റെ സിലബസുകൾ എങ്ങനെ, ഏതൊക്കെ ടോപ്പിക്കുകൾ ബേസിക് ആയിട്ട് പറഞ്ഞാൽ +1 +2 ടോപ്പിക്കുകൾ മൊത്തത്തിൽ നിങ്ങൾ നോക്കേണ്ടി വരും. അതുപോലെ തന്നെ 10th കുറച്ച് ബേസിക് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഒന്ന് നോക്കണം. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യം അതെന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. സോ മാത്സിന്റെ സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം NDA എക്സാം 2 ടൈപ്പാണ്, അതായത് മാത്തമെറ്റിക്സും ജനറൽ എബിലിറ്റി ടെസ്റ്റുമായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അതിൽ ഓരോന്നും 2.5 മണിക്കൂർ വീതമാണ്. മാത്സിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 300ഉം ജനറൽ എബിലിറ്റി ടെസ്റ്റിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 600ഉമാണ്. ഈ ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ തന്നെ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ്, GK ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ മാത്സ് സെപ്പറേറ്റ് ആണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് മാത്സിന് ഉള്ളത് എന്നുള്ളത്. സോ പിന്നെ അതിനുശേഷം എന്താണ്, സീരീസ് ഓഫ് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അതൊരു 900 സ്കോറിനാണ് അത് വരുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ഒരു എന്താണ് മാർക്കിംഗ് സ്കീം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന ഓവറോൾ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക്, അതായത് മാത്സിന്റെ സിലബസിലേക്ക് നമുക്ക് കിടക്കാം. സോ കോഡ് നമ്പർ 1 ആണ്. അതുപോലെ മാക്സിമം മാർക്ക് എത്ര മാർക്കാണ് മക്കളെ, 300 മാർക്കിന്റെ എക്സാം ആണ് മാത്സ് നടത്തുന്നത്. ഓക്കെ, മാത്തമെറ്റിക്സ് എക്സാം പേപ്പറിൽ വരുന്നത്. സോ അതിൽ ആദ്യത്തെ ടോപ്പിക് നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. സോ അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആൽജിബ്ര എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ അതിൻ്റെ അകത്ത് വരുന്ന കോൺസെപ്റ്റ് ഓഫ് സെറ്റ്, ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്, വെൻ ഡയഗ്രാം, ഡി മോർഗൻസ് ലോ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, റിലേഷൻ, ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സെറ്റ്സും റിലേഷൻസിലും വരുന്ന ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. ഓക്കെ, അതിനുശേഷം റെപ്രസെന്റേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഓൺ എ ലൈൻ, ഒരു ലൈനിൽ റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾ 10th റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അടുത്തത് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, സോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആ ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, സോ ബേസിക് അതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ്, മോഡുലസ്, ആർഗ്യുമെന്റ്, പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ അഡീഷണൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് ബൈനറി സിസ്റ്റം ഓഫ് നമ്പേഴ്സ്. സോ ബൈനറി സിസ്റ്റം ഓഫ് നമ്പേഴ്സ് തന്നെ കൺവേർഷൻ ഓഫ് എ നമ്പർ ഇൻ ഡെസിമൽ സിസ്റ്റം ടു ബൈനറി സിസ്റ്റം ആൻഡ് വൈസ് വേഴ്സ. ബൈനറി സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ബൈനറി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബേസ് 2 ആണ്. ഓക്കെ, സോ ആ ബേസ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും തിരിച്ചാക്കുന്നതും അങ്ങനെയുള്ള ബൈനറി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഓക്കെ, അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. പിന്നെ അതിനുശേഷം വരുന്നതാണ് അരിത്തമെറ്റിക്, ജോമെട്രിക് ആൻഡ് ഹാർമോണിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് നിങ്ങൾ 10th പഠിക്കുന്നുണ്ട്, ജോമെട്രിക് നിങ്ങൾ +1 പഠിക്കുന്നുണ്ട്, ഹാർമോണിക്കും കൂടെ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം മക്കളെ നോക്കുക. ഓക്കെ, സോ അതാണ് അടുത്ത് വരുന്നത്. അതിനുശേഷം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്, സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഓഫ് 2 വേരിയബിൾസ് ബൈ ഗ്രാഫ്സ്. ഓക്കെ, സോ അതിൽ ആദ്യത്തെ നമുക്കറിയാം നമ്മൾ 10th പഠിക്കുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇനി അതിനുശേഷം വരുന്ന ലീനിയർ ഇക്വേഷൻസ് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ലീനിയർ ഇക്വേഷൻസ് ഓഫ് 2 വേരിയബിൾസ്. ഓക്കെ, 2 വേരിയബിൾസ് ബൈ ഗ്രാഫിൽ നമ്മൾ പഠിക്കുന്ന, നമ്മൾ എന്താണ് LPPയിൽ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതിനുശേഷം വരുന്നതാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും ബൈനോമിയൽ തിയറവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ലോഗരിതം ആൻഡ് തിയറ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ലോഗരിതം ആൻഡ് ആപ്ലിക്കേഷൻസും കൂടെ എന്ത് ചെയ്യാം മക്കളെ, അഡീഷണൽ ആയിട്ടൊന്ന് നോക്കുക. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് ആൽജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, ആൽജിബ്ര എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, മൊത്തം 8 സെക്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് ഇതിൻ്റെ അകത്ത്. സോ അതിൽ ആദ്യത്താണ് ആൽജിബ്ര എന്ന് പറയുന്നത്. അടുത്തതാണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ +1 മെട്രിസസും ഡിറ്റർമിനൻസിൻ്റെ അകത്ത് വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും മൊത്തത്തിൽ നോക്കുക. സോ അതാണ് ടൈപ്സ് ഓഫ് മെട്രിസസ്, ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്, ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ്, ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ടൈപ്സ് ഓഫ് മെട്രിക്സ്, ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്. സോ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചുള്ള ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ അകത്ത് വരുന്ന അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഓർഡർ കാര്യങ്ങൾ അതൊക്കെ റിലേറ്റ് വരുന്ന ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ, ട്രാൻസ്പോസും ഒക്കെ അതിൻ്റെ അകത്ത് വരും. ഓക്കെ, അതാണ് ആദ്യത്തെ കേസിൽ വരുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നോർമൽ ഡിറ്റർമിനന്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ. ഓക്കെ,
സോ അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ അഡ്ജോയിന്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. സോ അഡ്ജോയിന്റ് ഇൻവേഴ്സും പഠിക്കുക. അതിനുശേഷം വരുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാം എന്താണ്? സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് 2 or 3 അൺനോൺസ്. ഓക്കെ, അത് നമുക്ക് മെട്രിക്സ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രാമേഴ്സ് റൂളും കൂടെ എന്ത് ചെയ്യാം മക്കളെ, നിങ്ങളൊന്ന് നോക്കിയിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ ആ 2 ചാപ്റ്റർ തന്നെയാണ്. അതിന്റെ അഡീഷണൽ ആയിട്ട് ക്രാമേഴ്സ് റൂൾസും അതുപോലെ ഡിറ്റർമിനൻസിന്റെ കുറച്ച് കൂടുതൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ കൂടുതൽ നോക്കുക. അടുത്ത് വരുന്നത് ട്രിഗണോമെട്രി. ഓക്കെ, സോ ട്രിഗണോമെട്രിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്? നിങ്ങൾ 10th +1 +2 അതിൽ പഠിച്ച എല്ലാ ട്രിഗണോമെട്രിക് കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ട്രിഗണോമെട്രിക്കകത്ത് വരുന്നത്. സോ ബേസിക് ആയിട്ട് വരുന്ന ആംഗിൾസ് ആൻഡ് മെഷേഴ്സ് ഇൻ ഡിഗ്രീസ് ആൻഡ് ഇൻ റേഡിയൻസ്. ഓക്കെ, ഡിഗ്രീസിലും അതുപോലെ റേഡിയൻസിലുമുള്ള ആംഗിളിന്റെ മെഷർ, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ്, നിങ്ങൾ 10th പഠിച്ചിട്ടുള്ള ബേസിക് ട്രിഗണോമെട്രിക് റേഷ്യോസ്, സൈൻ കോസ് അതൊക്കെ വരുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അടുത്ത് വരുന്നതാണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, സം ആൻഡ് ഡിഫറൻസ് ഫോർമുല, മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾസ്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടായിരുന്ന ജസ്റ്റ് ബേസിക് ഐഡന്റിറ്റീസ് കാര്യങ്ങൾ, അതുപോലെ +1 പഠിച്ചിട്ടുണ്ടായിരുന്ന കുറേ ഒരു 20-25 ഫോർമുലാസ് നിങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, നോക്കുക. ഓക്കെ, സം എന്താണ്? x+y, sin x+y. ഓക്കെ, sin x + sin y, ആ ഒരു രീതിക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലത്തെ സാധനങ്ങൾ നോക്കുക. അതുപോലെ തന്നെ sin 2x, sin 3x, tan 2x അങ്ങനെ റിലേറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളൊക്കെ അതൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മൊത്തത്തിൽ നിങ്ങൾ ചുരുക്കി പറയാൻ നിങ്ങൾ 10th പഠിച്ചിട്ടുള്ള അതിൻ്റെ എന്താണ് sin² x + cos² x = 1, അതുപോലെ ടാൻ്റെയും സീക്കും ഒക്കെ കണക്ട് ചെയ്യുന്ന രീതിക്കുള്ള സാധനങ്ങളും, പിന്നെ അതുപോലെ തന്നെ എന്താ മക്കളെ നോക്കുക, +1 പഠിച്ചിട്ടുള്ള ഫോർമുലാസ് കാര്യങ്ങളൊക്കെ നോക്കുക. അതിനുശേഷം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, +2 പഠിച്ചിട്ടുണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അത് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് +2 നമുക്കറിയാം കുറച്ച് ബേസ് ലെവൽ, വളരെ ബേസ് ലെവൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അത് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ നോക്കുക. പിന്നെ അതിനുശേഷം ആപ്ലിക്കേഷൻസ്, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് നമുക്കറിയാം നമ്മൾ 10th പഠിച്ച. പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് നിങ്ങൾ 10th യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ജസ്റ്റ് എന്താണ് പടം വരച്ചിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ നമ്മൾ പല പല പ്രോപ്പർട്ടീസ് വെച്ചിട്ടൊക്കെ പറയാറുള്ളതും എടുക്കാറുള്ളതൊക്കെയാണ്. സോ അത് എത്രയുമാണ് ഇതിൽ വരുന്ന മക്കളെ ട്രിഗണോമെട്രിക്കകത്ത് കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് യൂണിറ്റിൻ്റെ അകത്ത് വരുന്നത്. അതിനുശേഷം അടുത്ത് വരുന്നതാണ് 4ാമത്തെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതിനുശേഷം അടുത്ത് വരുന്ന ടോപ്പിക് ആണെന്ത്? അനലിറ്റിക്കൽ ജോമെട്രി ഓഫ് 2 and 3 ഡയമെൻഷൻസ്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി. ഓക്കെ, നമ്മൾ പഠിച്ചുള്ള കോർഡിനേറ്റ് ജോമെട്രിക്കകത്ത് വരുന്നത്, അത് 10th പഠിച്ചതും +1 പഠിച്ചതും ഒക്കെ ആയിട്ടുള്ള, പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് സെക്ഷൻ ഫോർമുല, അങ്ങനെ എല്ലാം കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് ആ സാധനങ്ങൾ നോക്കുക. ഓക്കെ, കാരണം എല്ലാത്തിൻ്റെ ബേസ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് നോക്കുക. സോ റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, ഡിസ്റ്റൻസ് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അറിയാന്നുള്ള കാര്യങ്ങളാണ്. അടുത്ത ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ വേരിയസ് ഫോംസ്, ലൈനിൻ്റെ ഡിഫറൻസ് ഫോംസ്, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, 2 point ഫോം, ഇൻ്റർസെപ്റ്റ് ഫോം, അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാം നോക്കുക. ആംഗിൾ ബിറ്റ്വീൻ 2 lines, ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഓക്കെ, 2 ലൈനുകളുടെ ഇടയ്ക്കുള്ള ആംഗിൾ tan θ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഡിസ്റ്റൻസ്, ഒരു പോയിന്റ് ഒരു ലൈനുമായിട്ടുണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള രീതിക്കുള്ളത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഇൻ സ്റ്റാൻഡേർഡ് ആൻഡ് ഇൻ ജനറൽ ഫോം, സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് പരാബോള, എലിപ്സ് ആൻഡ് ഹൈപ്പർബോള, എക്സെൻട്രിസിറ്റി ആൻഡ് ആക്സിസ് ഓഫ് എ കോൺ. നിങ്ങൾ കോണിക് സെക്ഷൻസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ മക്കളെ, കോണിക് സെക്ഷൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് മൊത്തത്തിൽ നോക്കുക. ഓക്കെ, അതായത് സർക്കിളിൻ്റെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫോം, ജനറൽ ഫോമും അറിയാം, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷനിൽ നമ്മൾ എഴുതുന്നത് എടുക്കുന്നത്, ഫുൾ ഇക്വേഷനൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് നൊട്ടേഷനിൽ എഴുതുന്നത് എടുക്കുന്നതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ അതിനുശേഷം വരുന്നതാണ് പോയിന്റ് ഇൻ എ 3 dimensional സ്പേസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points, ഡയറക്ഷൻ, കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, സോ നമ്മളുടെ എന്താണ് ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ 3 dimensional സ്പേസിൽ 3D ജോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളോ ജസ്റ്റ് അതിൻ്റെ എന്താണ് അതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റ് പറയുമ്പോൾ, പർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റ് പറയുമ്പോഴുള്ള ഡയറക്ഷൻ റേഷ്യോസും കൊസൈൻസും കാര്യങ്ങളുമാണ്. അടുത്ത ഇക്വേഷൻ ഓഫ് പോയിന്റ്സ്, ഡയറക്ഷൻ, കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ്. സോ ഒരു പോയിന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന, ഒറിജിനിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ലൈൻ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് കാര്യങ്ങൾ, അതുപോലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെയോ കാര്യങ്ങളായിട്ട് വരുന്ന ഡയറക്ഷൻ റേഷ്യോസ്, കൊസൈൻസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ആൻഡ് എ ലൈൻ ഇൻ വേരിയസ് ഫോംസ്, ആംഗിൾ ബിറ്റ്വീൻ 2 lines ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ 2 planes. ഓക്കെ, 2 ലൈനുകൾക്കിടയിലും 2 പ്ലെയിനുകൾക്കിടയിലും ഉണ്ടാക്കുന്ന ആംഗിള് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ, സോ ആ ഒരു ഇക്വേഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മളുടെ +1 നമ്മളില്ല 3 dimensional ജോമെട്രി. +2 3 dimensional ജോമെട്രി പഠിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ബേസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതൊക്കെ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കുക. വെക്റ്റർ ആൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്തും കുറച്ച് കാര്യങ്ങളുണ്ട്.
അപ്പോൾ അതൊക്കെ കൂടെ കണക്ട് ചെയ്ത് കുറച്ചും കൂടെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് എ സ്പിയർ, ഒരു സ്പിയറിൻ്റെ ഇക്വേഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, അഡീഷണൽ ആയിട്ടൊന്ന് നോക്കുക. അപ്പോൾ അതാ ഈ ലാസ്റ്റത്തെ 2 പോയിന്റുകളും നിങ്ങൾ നോക്കുക. അതൊന്ന് അഡീഷണൽ ആയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കൂടുതലായിട്ടൊന്ന് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ 2D 3D ജോമെട്രിക്കകത്ത് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നതാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഓക്കെ, എന്താ മക്കളെ, ഡിഫറൻഷ്യൽ കാൽക്കുലസ്. നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞ ഡിഫറൻസിയേഷൻ. ഓക്കെ, കാൽക്കുലസ് തന്നെ 2 ഇതായിട്ടാണ് നമ്മൾ നോക്കുന്നത്, ഡിഫറൻഷ്യൽ കാൽക്കുലസും ഇൻ്റഗ്രൽ കാൽക്കുലസും. ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ. കാൽക്കുലസിൻ്റെ ഏറ്റവും എന്താണ് ഒരു ആണിയാണെന്ന് നമുക്ക് പറയാൻ താങ്ങി നിർത്തുന്നതാണ് ഡിഫറൻഷ്യലും ഇൻ്റഗ്രലും. ഓക്കെ, സോ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ് അതിൽ നമ്മൾ പറയുന്നത്. സോ കോൺസെപ്റ്റ് ഓഫ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, ഡൊമെയിൻ, റേഞ്ച് ആൻഡ് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ, കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്, 1-to-1, on-to and inverse functions. ഓക്കെ, സോ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് +1 +2 ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ അതിനുശേഷം വരുന്നത് നോഷൻ ഓഫ് ലിമിറ്റ്, നോഷൻ അല്ല നൊട്ടേഷൻ ആണെന്ന് തോന്നുന്നു. നൊട്ടേഷൻ ഓഫ് ലിമിറ്റ്, സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ്, എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ലിമിറ്റ്സിൻ്റെ നൊട്ടേഷൻ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ, ജസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ലിമിറ്റ് വാല്യൂസ് കാര്യങ്ങളൊക്കെ എന്ന് ബേസിക് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, continuity of functions, examples, algebraic operations on continuous functions. ഓക്കെ, സോ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂറ്റി. ഇവിടെ നമ്മൾ ലിമിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും അതുപോലെ ഇവിടെ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിമിറ്റ് h tends to 0, sin h/h = 1, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ, അതിനുശേഷമാണ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ. സോ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് +1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ അകത്ത് പഠിച്ച ഡെറിവേറ്റീവ്സ്, അതുപോലെ +2 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ച ഡിഫറൻഷ്യബിലിറ്റിയും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ആ ഒരു ടോപ്പിക്കുകളാണ് ഇവിടെ പറയുന്നത്. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്, ജോമെട്രിക്കൽ ആൻഡ് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ ഡെറിവേറ്റീവ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊന്ന് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ബേസിക് ആയിട്ട് എന്താണ് ഡെറിവേറ്റീവ്, ഒരു പോയിന്റ് ഡെറിവേറ്റീവ് മാത്രമല്ല പറയുന്നത്, അതുപോലെ അതിൻ്റെ ജോമെട്രിക്കൽ ആൻഡ് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ നോർമലി നോട്ടുകളിൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, നിങ്ങൾ ലാബ് ചെയ്തിട്ടുണ്ട് അല്ലേ. ലാബ് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു സ്ലോപ്പ്. ഓക്കെ, ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പാണ് എന്തെന്ന് പറയുന്നത്, ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ് എന്തെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ അവിടെ ലാബിൽ കുറേ ജോമെട്രിക്കൽ തിങ്സ് ജിയോജിബ്ര ഉപയോഗിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ തന്നെയാണ്, ആ ഒരു ഇന്റർപ്രിറ്റേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ഡെറിവേറ്റീവ്സ് ഓഫ് സം, പ്രൊഡക്റ്റ് ആൻഡ് കോഷ്യന്റ് ഓഫ് ഫംഗ്ഷൻ, derivative of a function with respect to another function, derivative of a composite function, second order derivatives. Okay, so sum in the product, some difference, അതുപോലെ പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ചെയിൻ റൂള് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പാരാമെട്രിക് ഫോമും കാര്യങ്ങളും, പാരാമെട്രിക് ഫോമിൽ എഴുതിയിട്ട് നമ്മൾ ചെയ്യുന്നതും എടുക്കുന്നതും അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങളൊന്ന് നോക്കിയിരിക്കുക. അടുത്തത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്, application of derivatives in problems of maxima and minima. So application of derivatives in the concept ആണ് increasing functions, decreasing functions, maxima, minima അത് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് റിലേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ കൂടെ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങളൊന്ന് നോക്കുക. സോ അതാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ അകത്ത് വരുന്നത്. അതിനുശേഷം അടുത്ത് വരുന്നതാണ് ഇന്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, സോ ഇന്റഗ്രൽ കാൽക്കുലസ്, ഇന്റഗ്രേഷൻ. ഓക്കെ, ഇന്റഗ്രേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ 3 ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്റഗ്രേഷൻ ആസ് ഇൻവേഴ്സ് ഓഫ് ഡിഫറൻസിയേഷൻ, integration by substitution, by parts, standard integrals involving algebraic expression, trigonometric, exponential and hyperbolic functions. സോ ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ച ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ച ആദ്യത്തെ കുറച്ച് ടോപ്പിക്കുകളാണ്. ഓരോ പല മെത്തേഡ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ് അല്ലേ. അതാണ് ബൈ പാർട്സും സബ്സ്റ്റിറ്റ്യൂഷനും ഓക്കെ ഇൻവേഴ്സ് ഓഫ് ഡെറിവേറ്റീവ് ആയിട്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒക്കെ ആ ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ട്രിഗണോമെട്രിക് ആയിക്കോട്ടെ, എക്സ്പോണൻഷ്യൽ ആയിക്കോട്ടെ, ലോഗരിതം ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ എന്ത് നോക്കുക മക്കളെ, ഇൻറ്റഗ്രൽസ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. ഓക്കെ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പറയുന്ന പോലെ ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. അതിന് ജസ്റ്റ് ഒന്ന് ഇൻറ്റഗ്രൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. അടുത്ത ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ, ഡിറ്റർമിനേഷൻ ഓഫ് ഏരിയാസ് ഓഫ് എ പ്ലെയിൻ, of plane regions bounded by curves, application of integrals.
നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് പഠിച്ചിട്ടുണ്ടായിരുന്ന സാധനം തന്നെയാണ് ഇൻറ്റഗ്രൽ A to B എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ അതിൻ്റെ എന്താണ് ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളുമായിട്ടുള്ള നമ്മൾ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഏരിയ അണ്ടർ ദ കർവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിക് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് മൊത്തത്തിൽ എന്ത് ചെയ്യുക മക്കളെ നോക്കുക. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ ഓഫ് order and degree of differential equation, formation of differential equation by examples, general and particular solutions of a differential equations, solution of first order and first degree differential equations of various types, examples. Okay, so basic ആയിട്ട് പറഞ്ഞാൽ differential equation എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിഗ്രി, ഓർഡർ, അതിൻ്റെ ഡിഫറൻസ് എന്താണ് ലീനിയർ ഇത് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അങ്ങനത്തെ പല മെത്തേഡ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹോമോജനസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ അതെങ്ങനെ സോൾവ് ചെയ്യാം, എടുക്കാം. ഓക്കെ, ജനറൽ സൊല്യൂഷൻ എങ്ങനെ പറയാം, പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ പറയാം, നമുക്ക് സി ഇട്ട് നമ്മൾ പറയുന്നതും, അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സാക്ട് ഫംഗ്ഷൻ ഏത് എന്ന് സി ഉൾപ്പെടെ ചേർത്തുകൊണ്ട് എക്സാക്ട് ഫംഗ്ഷൻ ഏത് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്നതും എടുക്കുന്നതുമായിട്ടുള്ള, അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് അഡീഷണൽ ആയിട്ട് അതൊക്കെ അങ്ങനത്തെ ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, സോ അതിനുശേഷം വരുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻ പ്രോബ്ലംസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡീകെ. ഓക്കെ, ഗ്രോത്ത് ഡീകെ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, അത് നമുക്കറിയാം എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണക്ട് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഗ്രോത്ത് ആൻഡ് ഡീകെക്കകത്ത് വരുന്നത്. മെയിൻലി എന്താണ് നമ്മളുടെ നമുക്ക് പറയുകയാണെങ്കിൽ ജോമെട്രിക് സീരീസ് ഓഫ് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ്. ലോഗരിതം, എക്സ്പോണൻഷ്യലും ഒക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുന്നുണ്ട്. സോ അതൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ഗ്രോത്ത് ആൻഡ് ഡീകെ പ്രോബ്ലംസ് ജസ്റ്റ് ബേസിക്സ് മൊത്തത്തിൽ ഒന്ന് ഐഡിയ വെച്ചൊന്ന് നോക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇൻ്റഗ്രൽ കാൽക്കുലസും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അകത്ത് വരുന്നത്. സോ ഡിഫറൻഷ്യൽ കാൽക്കുലസും നമ്മൾ നോക്കി, ഇൻ്റഗ്രൽ കാൽക്കുലസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കി. അടുത്ത് വരുന്നതാണ് വെക്ടർ ആൽജിബ്ര. ഓക്കെ, ഏഴാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നതാണ് വെക്ടർ ആൽജിബ്ര. വെക്ടർ ആൽജിബ്രയ്ക്കകത്ത് നമ്മൾ ജസ്റ്റ് ബേസിക്സ് ആയിട്ട് വെക്ടറിൽ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്, ഒത്തിരി അങ്ങനെ അഡീഷണൽ ആയിട്ടോ കാര്യങ്ങളായിട്ട് വരുന്നില്ല. ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള, ഓക്കെ, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള വെക്ടേഴ്സ് മാത്രമല്ല ഫിസിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെക്ടേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതൊക്കെ കൂടെ ഒന്ന് മൊത്തത്തിൽ നോക്കുക. അതാണ് നമ്മുടെ വെക്ടർ ആൽജിബ്രയ്ക്കകത്ത് വരുന്ന വെക്ടേഴ്സ് ഇൻ 2 and 3 dimensions, magnitude and direction of a vector, unit and null vectors, addition of vectors, scalar multiplication of a vector. Okay, so അപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ 2 dimension 3 dimensionലകത്ത് വരുന്ന വെക്ടറും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, അതുപോലെ തന്നെ ഡയറക്ഷൻ റേഷ്യോസ്, കൊസൈൻസ്, ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ് യൂണിറ്റ് വെക്ടർ കാര്യങ്ങൾ. യൂണിറ്റ് വെക്ടർ എന്താണ്, നൾ വെക്ടർ എന്താണ്, ഓക്കെ, അതിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ അഡീഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇനി അതിന് ശേഷം വരുന്നതാണ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. സോ നമ്മളുടെ സ്കെയിലാർ പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ്, അത് ഉപയോഗിച്ച് ആംഗിൾ കണ്ടുപിടിക്കുന്നതും അതിൻ്റെ പ്രോപ്പർട്ടീസ് അത് മൊത്തത്തിൽ ഒരു ടേബിൾ പോലെ എഴുതിയിട്ട് സ്കെയിലാർ പ്രൊഡക്റ്റ്, വെക്ടർ പ്രൊഡക്റ്റ് ഓർ ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, അങ്ങനെ രണ്ടായിട്ട് അത് രണ്ടും 2 കോളത്തിലായിട്ട് എഴുതിയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്ത് എടുത്തു വെക്കുക. മൊത്തത്തിലൊന്ന് നോക്കി അതൊക്കെ നല്ല രീതിക്ക് പഠിക്കുക, അതിൻ്റെ പ്രോബ്ലംസും ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നോർമൽ പ്രോബ്ലംസ് മാത്രമല്ല ആപ്ലിക്കേഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഫിസിക്സിലൊക്കെ ഇതിന് നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതും ഒക്കെ മൊത്തത്തിലൊന്ന് നോക്കുക. സോ ആപ്ലിക്കേഷൻസ് ആണ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് and moment of a force and in geometrical problems. Okay, geometrical problemsലും അതുപോലെ ഫോഴ്സ് മൊമെന്റ്, ഫോഴ്സ് വർക്ക് ഡൺ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് നിങ്ങൾ ഈ ഒരു വെക്ടർ ആൽജിബ്ര റിലേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്ന് നോക്കുക. അതിനുശേഷം വരുന്ന ലാസ്റ്റ് നമ്മൾ യൂഷ്വലി നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ആകുമ്പോൾ തന്നെ നമുക്കറിയാം അതാണ് ലാസ്റ്റ് മോസ്റ്റ് ടോപ്പിക്കായിട്ട് വരാറുള്ളത്. സോ 8th ടോപ്പിക്കായിട്ട് നമ്മൾ നോക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. സോ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, എക്സാമ്പിൾസ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഹിസ്റ്റോഗ്രാം, പൈ ചാർട്ട്, ഫ്രീക്വൻസി പോളിഗൺ, അതിന്റെ എക്സാമ്പിൾസ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ ആൻഡ് മോഡ്, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് കമ്പാരിസൺ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുള്ളതിന് 8th സ്റ്റാൻഡേർഡ് തൊട്ട് നിങ്ങൾ ഇങ്ങനെ പതുക്കെ പഠിച്ചു വന്നിട്ടുള്ള സാധനമാണ്. ഡേറ്റ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ നോക്കിയിരിക്കുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഹിസ്റ്റോഗ്രാം ആയിക്കോട്ടെ,
പൈ ഡയഗ്രാം ആയിക്കോട്ടെ, അങ്ങനെ വരുന്ന കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് എന്തറിയാം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് അറിയാം. അതെല്ലാം മൊത്തത്തിൽ നോക്കുക. പറഞ്ഞിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ നോക്കുക. അതുപോലെ ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെയാണ് വരുന്നത്, അതിൽ നമുക്ക് വരുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, ഹിസ്റ്റോഗ്രാമിൽ നിന്ന് എങ്ങനെ നമുക്ക് മോഡ് കണ്ടുപിടിക്കാം എന്നൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളും ഓരോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ, ഒജീവ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ നിന്ന് നോക്കുക. പിന്നെ അതിന് വരുന്നത് നോർമലായിട്ട് വരുന്ന നമ്മൾ 10th പഠിച്ചിട്ടുള്ള സെൻട്രൽ ടെൻഡൻസിയാണ്, മീൻ മീഡിയൻ മോഡ് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫോമുലാസ് കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ നോക്കി കണ്ടുപിടിക്കേണ്ട. അത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ്, എംപിരിക്കൽ ഫോമുലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോമുല, മീൻ ഡിവിഷൻ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പേർഷൻസിൽ. ഓക്കെ, സോ അതും വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കാനും എടുക്കാനും ഒക്കെ എന്ന് അറിഞ്ഞിരിക്കുക. സിഗ്മയും സിഗ്മ സ്ക്വയറുമാണ്. പിന്നെ അതിനുശേഷം വരുന്നതിന് സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസും എടുത്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഡേറ്റാസിനെ കമ്പയർ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വരുന്നതാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അതൊന്ന് അഡീഷണൽ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. സോ നിങ്ങൾ മോസ്റ്റ്ലി മിക്കവരും പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഇല്ലാത്തവരൊന്ന് അതൊന്നും കൂടെ നോക്കുക. ഓക്കെ, അത് നമ്മൾ ഡേറ്റാസിനെ കമ്പയർ ചെയ്യാനും എടുക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ റിഗ്രഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ, ട്രെൻഡ് അനാലിസിസിനും പ്രെഡിക്റ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെയാണ് നമ്മൾ റിഗ്രഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടെ നോക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ ഏകദേശം നല്ലോണം പരിചിതമായിട്ടുള്ളതാണ്. അടുത്ത പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റാൻഡം എക്സ്പെരിമെന്റ്, ഔട്ട്കംസ് ആൻഡ് അസോസിയേറ്റഡ് സാമ്പിൾ സ്പേസ്, ഇവന്റ്സ്, mutually exclusive and excessive events, impossible and certain events. So different types of events. എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്, എന്താണ് സാമ്പിൾ സ്പേസ് എന്നൊക്കെയുള്ള ബേസിക് കോൺസെപ്റ്റ്സ് കാര്യങ്ങൾ, വെരി ബേസിക് കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അത് നമുക്കറിയാം മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സോസ്റ്റീവ്, ഇമ്പോസിബിൾ, സർട്ടൻ ഇവന്റ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവന്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് ഇവന്റ്സ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള യൂണിയനും ഇന്റർസെക്ഷൻ, ഇവന്റുകളുടെ യൂണിയൻ വരുമ്പോൾ എങ്ങനെ വരും, ഇന്റർസെക്ഷൻ വരുന്നത് എങ്ങനെ വരും എന്നൊക്കെയുള്ള ടൈപ്പ് ഓഫ് കാര്യങ്ങളും. അതുപോലെ കോംപ്ലിമെന്ററി, എലമെന്ററി ആൻഡ് കോമ്പോസിറ്റ് ഇവന്റ്സ് ആണ്. ഇനി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി അറിഞ്ഞിരിക്കുക, ക്ലാസിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലും. ഓക്കെ, ക്ലാസിക്കൽ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. ക്ലാസിക്കൽ നമുക്ക് നല്ല പരിചയമാണ്, സ്റ്റാറ്റിസ്റ്റിക്കലും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങളും. അതുപോലെ എലമെന്ററി തിയറംസ് ഓൺ പ്രോബബിലിറ്റി, സിമ്പിൾ പ്രോബ്ലംസ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബേസ് തിയറം ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ്. ഓക്കെ, സോ ഡിഫറെൻ്റ് എന്താണ് നമ്മൾ നോർമൽ തിയറിയിൽ നിന്നും ബേസ് തിയറത്തിൽ നിന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ പ്രോബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചൊക്കെ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എടുക്കുന്നതൊക്കെ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, റാൻഡം വേരിയബിൾ ആസ് ഫംഗ്ഷൻ ഓൺ സാമ്പിൾ സ്പേസ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സാമ്പിൾസ് ഓഫ് റാൻഡം എക്സ്പെരിമെന്റ്സ് ഗിവൺ റൈസ് ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, റാൻഡം വേരിയബിൾ അത് ജസ്റ്റ് നമ്മൾ എന്താണ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 നമ്മൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ അത് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ, റാൻഡം വേരിയബിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ സ്പേസും പിന്നെ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കിയിരിക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാത്സ് എന്ന് പറയുന്ന മാത്തമെറ്റിക്സ് പേപ്പറിൽ നോക്കേണ്ടത്. നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് ഇത്രയും കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക. എന്തിനാണ് നമ്മൾ നോക്കുന്നത്, ഇതിലൊക്കെ ഏതൊക്കെ നമുക്കറിയാം, ഒരു ചെക്ക് പോയിന്റ് ആണ്. ഓക്കെ, ഇതിനൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, ഇല്ല ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് എല്ലാം മൊത്തത്തിൽ പ്രിപ്പയർ ആക്കുക. നമ്മൾ നെക്സ്റ്റ് വീക്കുമായിട്ട് നമുക്ക് നമ്മളുടെ ഇതിൻ്റെ എന്താണ് NDAയുടെ ഓക്കെ പ്രോബ്ലം സോൾവിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് എടുത്ത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. അതിലാവശ്യമുള്ള കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾ NDAക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് സെറ്റായിട്ട് പോകാം. അപ്പം നമ്മളുടെ മാത്സിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി നമ്മളുടെ ചാനലിൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ NDA എക്സാം എഴുതാൻ പോകുന്ന ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് അത് പ്രിപ്പയർ ചെയ്യാം, എക്സാംസ് ക്രാക്ക് ചെയ്യാം, നമുക്ക് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.